ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി ജയനോട് ചോദിക്കുന്നുണ്ട്, ജയേട്ടാ, എനിക്ക് കരൾ ദാനം ചെയ്ത ആ കുട്ടിയുടെ അടുത്ത ചെക്കപ്പ് എന്നാണെന്ന്. നീ എന്തിനാ ദേവയാനി എപ്പോഴും ആ കുട്ടിയെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയും, പിന്നെ ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കണം? എന്നോട് ഒരിക്കലും ഇഷ്ടമില്ലാതെ എനിക്കും ഇഷ്ടമില്ലാത്ത എൻ്റെ മരുമോളെക്കുറിച്ചാണോ ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന്. അപ്പം ജയൻ അങ്ങ് മിണ്ടാതിരിക്കും. ആദർശും ജയേട്ടനും എല്ലാം ഇപ്പം അവളെ പൊക്കി പറയാനേ സമയമുള്ളൂ. ആദർശാണെങ്കിലും അവളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അവൾ ഇപ്പം അച്ഛനെയും അമ്മയൊക്കെ സോപ്പിട്ട് ആ സ്വർണ്ണം എല്ലാം മേടിച്ചുകൊണ്ട് പോയില്ലെന്ന് ചോദിക്കും. അപ്പം ജയൻ പറയുന്നുണ്ട്, നമ്മുടെ മരുമോൾ അങ്ങനെ സ്വർണത്തോടും സ്വത്തിനോടും ഒന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നും അല്ല എന്ന് പറയും. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ജയേട്ടാ എൻ്റെ പ്രഷർ കൂട്ടരുതെന്ന്, എന്നിട്ടും ജയേട്ടൻ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ പൊക്കി പറയുന്നത്? അതെൻ്റെ പ്രഷർ കൂട്ടുമെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കും. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് കയറി വരുന്നത്. മുഖത്ത് നല്ല ദേഷ്യമുണ്ടല്ലോ എന്ന് ഡോക്ടർ പറയും. മരുമോളെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ദേഷ്യം വന്നതാന്ന് ജയനും പറയുന്നുണ്ട്. പിന്നെ ആ മരുമോളെ അത്രയ്ക്ക് അകറ്റിയൊന്നും നിർത്തണ്ട കേട്ടോ, നല്ലൊരു മരുമോളല്ലേ, നയനെ സ്നേഹിക്കുന്നത് നല്ലതാ എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടറും സംസാരിക്കുന്നുണ്ട്. അപ്പം ജയൻ പറയുന്നുണ്ട്, എൻ്റെ ഡോക്ടറെ അങ്ങനെയൊന്നും സംസാരിക്കണ്ട, ഇനി ഡോക്ടറും കൂടെ ഇവൾക്ക് സ്ട്രെസ്സ് കൂട്ടിയെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങുന്നു. എന്തായാലും ദേവയാനി ചെക്കപ്പ് ചെയ്തതിൽ നിന്ന് ദേവയാനിക്കിപ്പം പ്രശ്നമൊന്നുമില്ല, പതുക്കെ ഇനി നടക്കാൻ തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. ദേവയാനി പിന്നെ ആദർശിൻ്റെ കൈ പിടിച്ച് പതുക്കെ നടക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നയന നന്ദുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്നതും കാണിക്കുന്നു. നവി എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അഭിയെ കൊണ്ട് ഒരു ശയനപ്രദർശനം നടത്തിയേക്കാമെന്ന്. അതെന്താ മോളെ അങ്ങനെ നേർന്നെന്ന് ചോദിക്കുമ്പം പറയും, അത് അമ്മായിയുടെ അസുഖമൊക്കെ കുറയാൻ വേണ്ടി അഭി ഒരു ശയനപ്രദർശനം നടത്തട്ടെ മുത്തശ്ശി എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ അപ്പം ചോദിക്കും, നീ എന്തിനാ അവനോട് ചോദിക്കാതെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയാവോ? അവനെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയും, നീ എന്താ ജലജ ഇങ്ങനെ പറയുന്നത്? മോളൊരു നല്ല കാര്യമല്ലേ പറഞ്ഞ്, ഒരു ശയനപ്രദർശനത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അത് അവൻ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന് പറയും. അഭിയും അവൻ്റെ അമ്മയും ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്യാറുണ്ട് മുത്തശ്ശി, അതുകൊണ്ട് ഇങ്ങനൊരു ശയനപ്രദർശനം ഇവർക്ക് നല്ലത് തന്നെയാണ്. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാലിലന്ന് വിഷം കലർത്തിയത് അഭിയും അമ്മയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയും. അപ്പം ജലജ പറയും, എടി നീ ഇങ്ങനെ അനാവശ്യം പറയരുത്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അമ്മ തന്നെ ഓർക്ക്, ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കൂ, അതുകൊണ്ട് അഭി അങ്ങനെ ചെയ്യില്ല. പേരക്കുട്ടിയെ കൊല്ലാനായിട്ട് ഞാനും ആഗ്രഹിച്ചിട്ടില്ല, അത് കാരണം ഞങ്ങളല്ല ചെയ്തത്. ഇവളോടും ഇവളുടെ കുഞ്ഞിനോടും ഏറ്റവും കൂടുതൽ ദേഷ്യം ഈ വീട്ടിൽ എന്നെക്കാട്ടിലും അഭിയെക്കാട്ടിലും ഉള്ളത് അനാമികയ്ക്കാണ്, അതുകൊണ്ട് അവളോട് എന്ന് തിരക്കടി എന്ന് പറഞ്ഞ് ജലജ അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. മുറിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്ന ജലജ അഭിയോട് പറയുന്നുണ്ട്, നീ ഒരു ശയനപ്രദർശനം നടത്തണമെന്ന്. അത് കേൾക്കുന്നതേ അഭിക്ക് ദേഷ്യം വരും. ഇനി ശയനപ്രദർശനമോ? ഒരു വിധത്തിൽ ഇത്രയും ദിവസം നോയമ്പ് പിടിക്കുന്നത് തന്നെ, അതിനിടെ ശയനപ്രദർശനത്തിൻ്റെ കാര്യമാണോ അമ്മ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കും. എടാ, അതല്ല, നീ അമ്മായിക്ക് വേണ്ടി ഒരു ശയനപ്രദർശനം ചെയ്യുന്നതായിട്ട് മനസ്സിൽ കരുതി അങ്ങ് ചെയ്യണം. പക്ഷേ അത് ശരിക്കും അവൾക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്. നീ 3 പ്രാവശ്യം ചെയ്യണം. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ ആഗ്രഹങ്ങളാണ് മനസ്സിൽ ഭഗവാനോട് പറയേണ്ടത്. ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടി തന്നെ, ദേവയാനിക്ക് വേണ്ടി ചെയ്യണം. പക്ഷേ അവൾ എഴുന്നേറ്റ് നടക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഞാനിവിടെ വന്ന കാലത്ത് അവളെന്നെ ഒരുപാട് ദ്രോഹിച്ചതാണെന്ന് പറയും. പിന്നെ രണ്ടാമത്തെ ശയനപ്രദർശനം, നിൻ്റെ ഭാര്യ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും നിന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യണം. മൂന്നാമത്തത്, നിൻ്റെയൊക്കെ നല്ലൊരു ബന്ധം ഇനിയും കിട്ടാൻ വേണ്ടിയും കൂടാന്ന് പറയും. പിന്നെ പറയുന്നുണ്ട്, പിന്നെയുള്ള കാര്യം, നീ എൻ്റെ പുക കാണണമെന്നൊന്നും പറഞ്ഞ് ഉരുണ്ടാക്കരുതെന്ന് പറയും. അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കും. അല്ല, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോകുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അഭി അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അഭി അമ്പലത്തിൽ പോകുമ്പോൾ ജയനും ആദർശും അനി എല്ലാം കൂടെയുണ്ട്. അഭി അവിടെ ശയനപ്രദർശനമൊക്കെ നടത്തുന്നുണ്ട്. അഭി ദേവയാനിക്ക് വേണ്ടി ശയനപ്രദർശനം നടത്തിയ കാര്യം ചൂടോടെ തന്നെ ജലജ ദേവയാനി അറിയിക്കുന്നുണ്ട്. ദേവയാനിക്ക് ശരിക്കും അത് വിശ്വസിക്കാനൊന്നും സാധിക്കുന്നില്ല, അഭി അങ്ങനെയൊക്കെ ചെയ്തെന്ന്. എല്ലാവരും അവനെ അങ്ങനെ സ്നേഹമില്ലാത്തവൻ എന്നൊക്കെ പറയുമെങ്കിലും അമ്മായിയോട് അവന് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ
ജലജ പറയുന്ന കേൾക്കുമ്പോഴത്തേനും ദേവയാനി ഇങ്ങനെ വിശ്വസിക്കാനാവാതെ കിടക്കുന്നുണ്ട്. അന്നേരം ജലജ പറയും, എൻ്റെ മോൻ ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് ഏടത്തിയുടെ മരുമോളാണ് സുഖിക്കാനായിട്ട് വീട്ടിൽ പോയി നിൽക്കുകയല്ലേ എന്ന്. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ ജലജയെ അവൾ വീട്ടിൽ പോയത്. ആദർശിനി അമ്പലത്തിൽ പോയിട്ട് മലയ്ക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞെന്ന് പറയും. എന്തായാലും അവളിനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചു വരുമല്ലോ എന്ന് ജലജ പറയുന്നുണ്ട്. ആ സമയത്ത് അത് വരാതിരിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണം എന്ന് ദേവയാനിയും സമ്മതിക്കും. എന്തൊക്കെയായാലും അമ്മയും അച്ഛനും അത്രയും സ്വർണം കൊണ്ട് കൊടുത്തത് ശരിയായില്ല നയനയ്ക്ക്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മരുമോള് ഇപ്പോൾ അനാമികയല്ലായിരുന്നോ? ആ സ്വർണ്ണമെല്ലാം അനാമികമോക്കായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമാകത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അമ്മ അതിനകത്തൊന്ന് പലതും എനിക്കും തന്നിട്ടുണ്ടല്ലോ. എനിക്കും തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും കൂടുതലും അമൂല്യമായിട്ട് വെച്ചിരുന്ന സ്വർണ്ണങ്ങളല്ലേ, അതെല്ലാം അവൾക്ക് കൊടുത്തത് എനിക്കിഷ്ടപ്പെട്ടേ ഇല്ലെന്നുള്ള പരുവത്തിൽ ദേവയാനിയോട് ജലജ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുമ്പോഴത്തേന് പക്ഷേ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നയനെ കൈപിടിച്ച് നടത്തുന്ന ആദർശിനെയാണ്. അപ്പോൾ നയന പറയും, എന്നെ പിടിക്കുമൊന്നും വേണ്ട ആദർശേട്ടാ, എനിക്കിപ്പോൾ തന്നെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന്. അതൊന്നും പോരാ, നീ ഇങ്ങനെ തന്നെത്താനൊന്നും റിസ്ക് എടുക്കരുത്, പതുക്കെ പിടിച്ചൊക്കെ നടന്നാൽ മതിയെന്നൊക്കെ നയനയോട് ആദർശ് പറയും. അമ്മയും നടക്കാൻ തുടങ്ങിയല്ലേ ആദർശേട്ടാ, എനിക്കത് കേട്ടാൽ മതി. എന്തായാലും നമ്മളൊരു ഉപകാരം ചെയ്തത് അവർക്ക് ഉപകാരപ്പെട്ടല്ലോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്നൊക്കെ നയന ആദർശിനോട് പറയുന്നുണ്ട്. എന്നാലും അമ്മയ്ക്ക് നിന്നോട് ഉള്ള സ്നേഹം ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആദർശ് സങ്കടപ്പെടുന്നു. ആ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. ആദർശ് നയനെ പിടിച്ച് നടത്തുന്നതൊക്കെ കാണുമ്പോൾ കനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അന്നേരം ഗോവിന്ദനും അങ്ങോട്ട് വരും. അപ്പം ഗോവിന്ദനോട് കനക പറയും, കണ്ടില്ലേ മോളെ, ആദർശ് മോൻ എന്ത് സ്നേഹമാണെന്ന് പറയും. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ വിയുടെയും കാര്യം ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സങ്കടമെന്ന് പറയും. അവൻ്റെ ആ സ്വഭാവത്തിന് കാരണം അവൻ്റെ അമ്മയാ, അവരുടെ സ്വഭാവമല്ലേ ആ മകന് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ദേവയാനിക്ക് നമ്മുടെ മോളോട് ദേഷ്യമാണെങ്കിൽ പോലും ദേവയാനിയുടെ സ്വഭാവം നല്ലതാ, കുടുംബസ്നേഹം ഉള്ളതാ, ആ സ്വഭാവമാണ് ആദർശമോന് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർ ആദർശും നയനയും സന്തോഷത്തോടെ നടക്കുന്നതൊക്കെ കണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ശയനപ്രദർശനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന അഭിക്ക് ദേഹത്ത് മുഴുവൻ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ശയനപ്രദർശനം ചെയ്ത കാരണം അഭിയേട്ടന് ദേഹത്ത് മുഴുവൻ വേദനയാല്ലേന്ന്. ശരിയാ, വേദനയുണ്ട്, അങ്ങനെയൊന്നും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ, പുതുതായി തുടങ്ങിയ കാര്യമല്ലേ എന്ന് പറയും. എന്നാലും ഇനി മകരവിളക്കിനല്ലേ മലയ്ക്ക് പോകുന്നുള്ളൂ, 15 ദിവസവും കൂടെ വീണ്ടും നോയമ്പ് നോക്കണ്ടേന്ന് ചോദിക്കും അനാമിക. അത് ശരിയാ, അത് തന്നെ ഏറ്റവും വലിയ വിഷമമെന്ന്. അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കത്ര വിഷമം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല മുത്തശ്ശ, നോയമ്പ് നോക്കുന്നത് അമ്മാവന്മാർക്കൊക്കെ ബുദ്ധിമുട്ടാകുകയല്ലേ എന്ന് വിചാരിച്ചാൽ പറഞ്ഞെന്ന് പറയും. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, നിനക്ക് മാത്രമുള്ളല്ലോ ബുദ്ധിമുട്ടെന്ന് പറയും. എന്തായാലും നാളെ ദേവയാനിയുടെ പക്കനാളാണ്, അതുകൊണ്ട് ഈ വീട്ടിലെല്ലാവരും ഒരു നേരം എടുക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അഭിയോട് മുത്തശ്ശൻ ചോദിക്കും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മുത്തശ്ശൻ, ഞാൻ എപ്പോഴും എടുക്കാറുള്ളതല്ലേ എന്ന്. അതിന് നീ ഇതുവരെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശനും പറയും. ഞാൻ ഇടയ്ക്കൊക്കെ ഏകാദശിയൊക്കെ വരുമ്പോൾ എടുക്കാറുണ്ടല്ലോ എന്ന് അഭി പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയും, ഇതുവരെ ഒരു ഏകാദശിക്ക് പോലും നീ നോയമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പം മുത്തശ്ശി അനാമികയെ നോക്കിയിട്ട് പറയും, ദേവയാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോളെയാണ്, അതുകൊണ്ട് മോള് നാളെ ഒരു നേരം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് പിന്നെ മുത്തശ്ശി ആരും പറഞ്ഞില്ലേ പോലും, പക്കനാളാന്ന് അറിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ ഇങ്ങനെ നോയമ്പ് എടുത്തേനും, അതുകൊണ്ട് നാളെ ഞാൻ ഒരു നേരം പോലും ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയും. ഒരു നേരം കഴിക്കാതിരിക്കുകയൊന്നും വേണ്ട, ഫ്രൂട്ട്സൊക്കെ കഴിക്കാം എന്ന് മുത്തശ്ശി പറയും. അപ്പോൾ നവി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അനാമിക പറയും, അതേ ഒരുത്തി വരുന്നു, ഇവളൊക്കെ ഒരിക്കലും അമ്മായിക്ക് വേണ്ടി ഇങ്ങനെയുള്ള നോയമ്പൊന്നും എടുക്കില്ല എന്ന്. മുത്തശ്ശൻ അപ്പോൾ അനാമികയെ വഴക്ക് പറയുന്നുണ്ട്, നിർത്തി, ഇനി മേലിൽ ഇങ്ങനെ മുതിർന്നവരെ എടിയെന്നും നീയെന്നും ഒന്നും വിളിച്ചു പോയേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന്. അത് മുത്തശ്ശ ഞാൻ അറിയാതെ പറഞ്ഞതാ, സോറി എന്ന് പറയും. സോറി ഒന്നും പറയണ്ട, തെറ്റായിപ്പോയെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി മേലിൽ അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടും അനുസരിക്കാതിരിക്കുന്നത് വീട്ടിലുള്ളവരുടെ വളർത്തുദോഷം കൊണ്ടല്ലേ എന്ന് അനാമികയുടെ അച്ഛനെയും അമ്മയും കൂടെ കൂട്ടി പറയുന്നുണ്ട് മുത്തശ്ശൻ. എന്നിട്ട് മുത്തശ്ശൻ അകത്തോട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയും, ഇതുവരെ മുത്തശ്ശനോട് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, കുറച്ച് നാളായുള്ളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ വായ അങ്ങ് അടയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. എന്നിട്ട് നവിയോട് പറയുന്നുണ്ട്, മോള് നോയമ്പൊന്നും എടുക്കണ്ട, ഒരു നേരം ഒന്നും എടുക്കരുത്, മോടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്ന് പറയും. അത് സാരമില്ല മുത്തശ്ശി, ഞാൻ എടുക്കാമെന്ന് നവിയെ പറയും.
പറയും. എന്തായാലും അഭിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ സംശയം എന്ന് പറയും. അപ്പോൾ അവൻ എടുക്കുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നവി എന്നെ ഇങ്ങനെ പറയുന്നത്, ഞാൻ എടുത്തോളാം എന്നൊക്കെ അഭിയും പറയും. അനാമികയ്ക്കാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. എന്നിട്ട് ദേഷ്യപ്പെട്ട് നവിക്കിട്ട് നോക്കി നിൽക്കുന്ന അനാമിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.